ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ കളിക്കാൻ പോണ ക്രാഫ്റ്റിംഗ് മാസ്റ്റർ 3D എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. അപ്പോൾ നമ്മൾ പുതിയ വേൾഡ് ഉണ്ടാക്കിയാണ്. നമുക്ക് ഫസ്റ്റിലെ ഒരു വില്ലേജ് കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ ഗൈസ്, വില്ലേജൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് വില്ലേജിൽ നിന്ന് എന്തെങ്കിലും എടുക്കാമായിരുന്നു. പക്ഷേ ഇത് വില്ലേജ് കിട്ടുമോ എന്തോ. ഇത് കണ്ടിട്ട് ഇപ്പോഴാണ് സ്പൂണായ നോക്കട്ടെ. ഇവിടേക്കൊന്നും ഇവിടെ ഉണ്ടായിരിക്കണേ. ഞാൻ പിറകെ തിരിയുമ്പോൾ ഒരു വലിയ വില്ലേജ് ഉണ്ടായിരിക്കണേ. ചെറുതായാലും മതി. അയ്യോ, ഇവിടെ ഒരു വില്ലേജും ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന്, ഇത് മൈൻക്രാഫ്റ്റ് പോലെ തന്നെ, പെട്ടെന്ന് തന്നെ നമുക്കൊന്ന്, അയ്യോ പെട്ടെന്ന് തന്നെ, അത് കാടാണ്. നമുക്ക് എന്തായാലും വില്ലേജ് അല്ലല്ല, നമുക്ക് എന്തായാലും എപ്പോഴെങ്കിലും ആടിന് ഒന്ന് ആവശ്യം ഉണ്ടായിരിക്കും. നമ്മൾ അതുകൊണ്ട് ആടിന് എന്തായാലും അടിച്ചെങ്കിലും ഒന്ന്. ഓക്കെ, ഇത് അയ്യോ ഞാൻ അവിടെ വെച്ചാ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് മരമൊക്കെ ഇതാക്കി എടുക്കണം. അതുകൊണ്ട് നമുക്ക് മരത്തിൻ്റെ, ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളൊരിക്കൽ ഒരു കാര്യം പറഞ്ഞേരെ. കാരണം നമ്മൾ ഇങ്ങനെ ഈ ഫസ്റ്റിലെ ഈ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ട് ഇത്ര എടുത്ത് എന്നാൽ നമുക്ക് കണ്ട് 3 ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും ഇതും കൂടെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു സാധനം മാത്രം ഉണ്ടാക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ മറ്റേതെടുത്ത് രണ്ടും കൂടെ ഉപയോഗിച്ചാൽ സ്റ്റോൺ എടുത്തിട്ട് നമുക്ക് മറ്റേതൊക്കെ ഉപയോഗിക്കാം. അയ്യോ, വീണ്ടും ആട്. എനിക്ക് ഇപ്പോൾ തോന്നുന്നു നേരത്തെ അതെടുത്താൽ മതിയായിരുന്നു. ഇതും ചാടാത്ത. ഓക്കെ, ഇതെന്തിനാ ചാടാത്ത? ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അത് അവിടെ വില്ലേജ് ഉണ്ട്. അവിടെ എന്തായാലും ഞാൻ ദൂരെ ഇവിടെ എനിക്കൊരു കട്ടിലുണ്ടാക്കാമല്ല. ഒരു കട്ടിലല്ല, കുറേ ഉണ്ടാക്കാം. എന്തായാലും ഇന്ന് 3 അടി 4 അടിയിൽ തീരും. ഇവിടെ ഇതെന്തൊരു, എവിടെ ഇവിടെ സൂര്യനില്ലേ ഇവിടെ ഗൈസ്? ഇവിടെ സൂര്യനില്ല, അതാണ് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ നോക്കുകയാണ് ഇത് എവിടെ. നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരു വഴിയുമില്ല. ഇതാണ് ഞാൻ നേരത്തെ വന്ന വഴി അല്ലായിരിക്കും. അപ്പോൾ ഗൈസ്, ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. നമ്മൾ സ്റ്റോൺ എടുക്കണം. ഇവിടെ വില്ലേജൊന്നും അടുത്തൊന്നും കാണൂല. എന്നിട്ട് ഇവിടെ ഒരു വീടുണ്ടാക്കണം. ഓക്കെ ഗൈസ്, ഇവിടെ ഒരിതും ഇല്ല. ഇവിടെ പിന്നെ എന്ത് ചെയ്യാം ഗൈസ്? ഞാൻ ഇനി നോക്കിയിട്ട് കാര്യമില്ലെന്നാണ് തോന്നുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ചു നമുക്കെന്ത്, അത് സ്റ്റോണാണോ? പക്ഷെ ഗ്രാവിൻ്റെ ആവശ്യമില്ല എനിക്ക്. എന്തായാലും ഗൈസ്, നമുക്കൊന്ന് പെട്ടെന്ന് ഇനി കാര്യമില്ല. നമുക്കിനി നോക്കിയിട്ട് കാര്യമില്ല. ഇനി എല്ലാ പാർട്ടൊക്കെ ഇടാം. പിന്നെ നമുക്കൊരു കാര്യം, ഇനി ഒരു കാര്യമേ ഉള്ളൂ, അടിയിലോട്ട് കുഴിച്ച് പോകണം. വേറെ എന്തെങ്കിലും സൈഡിലത്തേക്കൊന്ന് ഇതാക്കി വെച്ചേക്കാം. കാരണം സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട്. ഇവിടുന്ന് നമ്മൾ സ്റ്റോൺ കുറേ എടുക്കണം. ഗൈസ്, അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ല. നിൽക്കേ ഞാൻ ഇവിടെ നിന്ന് നേരത്തെ ഞാൻ ഇവിടെ അടിച്ചപ്പോൾ ഇതല്ലേ ഇരുന്നാണ്ട് ഈ സാധനം അല്ലേ ഇരുന്ന. എന്തരാവട്ടെ, നമുക്ക് ഇവിടെ ഇപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കണം, ഇത് വെക്കണം. നമ്മളിപ്പോൾ ഓക്കെ, ഇത് 4 ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതൊന്നും. ഇനിയിപ്പോൾ നമുക്ക് എത്ര വേണോ കളിക്കുമല്ലോ. ഇതാണ്. അയ്യോ, ഞാൻ എന്തൊക്കെ ഈ പറയുന്ന ഗൈസ്. അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും ഒന്ന് വുഡൊക്കെ കളക്ട് ചെയ്യണം. നമ്മൾ നേരെ വുഡിനോട്ടാണ് പോകണം. പിന്നെ ഫുഡും വേണം. ഫുഡും കൂടെ കാണുമ്പോൾ എടുക്കാം. ഓക്കെ, ഫുഡൊക്കെ കാണുമ്പോൾ നമുക്ക് എടുത്താൽ മതി. ഓക്കെ, നമുക്ക് എല്ലാം കൂടെ ഒന്ന് എടുക്കാം.
ഓക്കെ, ഇതും ഗൈസ് ഇവിടുത്തെ മണ്ടയത്തെ എല്ലാം കൂടെ എടുത്താ നമുക്ക് ഈ വുഡെല്ലാം ഇപ്പൊ ഇതാക്കി വയ്ക്കാം. നമുക്ക് എന്തായാലും ഈ മൊത്തം വുഡും എടുത്താലേ പറ്റുള്ളൂ. ഇപ്പൊ നമുക്കൊരു സൈഡിൽ കണ്ട ഒരു ഗുഹ പോലത്തെ ഒരു സാധനം കാണാം. നമ്മൾ എന്തായാലും കുറെ ഞാൻ ഒറ്റയ്ക്കൊരു കളി കളിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ചുമ്മാ ഞാൻ ഇതെന്തൊരു കാട് പോലെ ഇരിക്കുന്നു, കണ്ടിട്ട് കൊള്ളൂല. ഒരു അഴുക്ക സ്ഥലമാണ് ഞാൻ വന്നത്. ഇതെന്തൊരു ഇത് നോക്കിയാണ് ഞാൻ ചാടിയാലേ അത് ചാടണ ഒരു ദിവസം ഒരു സാധനം ഇല്ലാതെ ഞാൻ ഈ ഗുഹയിലോട്ടല്ലേ പോണം. ഇവിടെ അയൺ ആണെങ്കിൽ ഞാൻ എന്തായാലും എടുത്ത് ചാടും. അയണുണ്ട്. ഇപ്പം എന്തൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെക്കാം. നമുക്ക് എന്തായാലും ഇതൊരു 64 എണ്ണമെങ്കിലും കിട്ടിയാലേ നമുക്ക് അവിടെ പോകാൻ പറ്റുള്ളൂ. 64 എണ്ണം പറ്റി. ഇതും ഒരു 64 എണ്ണമെങ്കിലും വേണം. നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരു കാര്യമില്ല. നമ്മൾ ഞാൻ ചുമ്മാ അയൺ ഉണ്ടാന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്തായാലും ഇതിവിടെ വയ്ക്കണം. ഇതിങ്ങോട്ട് ഞാൻ ഇങ്ങോട്ടൊന്ന് നോക്കട്ടെ. അടിയിലോട്ട് ഗുഹയാണ്. അല്ല, നമുക്ക് ഇവിടെ നിന്നാണെങ്കിൽ പൊട്ടിച്ചിറങ്ങാം. നമുക്ക് എന്ത് ഓക്കെ വുഡ് നമുക്കിനി ഇവിടെയും പ്രശ്നമാണ്. അല്ല, നമുക്കിനിയിപ്പോൾ അയണിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ഇതുണ്ട്. പിന്നെ നമ്മൾ നേരെ ഇവിടെയും കൂടെ നോക്കണം കേട്ടോ. നമ്മൾ നോക്കിപ്പോയില്ലെങ്കിൽ നമ്മൾ ചെന്ന് വീഴും. അങ്ങനെ ഇങ്ങനെ ഒരു കളിയിൽ വരുത്തുണ്ട്. ഇവിടെയൊക്കെ അയൺ ഇരിപ്പുണ്ട്, കുറേ അയൺ. നമുക്ക് എന്തായാലും അയണിൻ്റെ പിക്കാക്സ് അവിടെയും ഉണ്ട്. ഇതെന്തൊരു ഞാൻ ഇപ്പോൾ എന്തായാലും എനിക്ക് ഇങ്ങോട്ട് ഒന്ന് ഇറങ്ങണം. ഞാൻ മണ്ടേനെ വെച്ച് വന്ന ഇവിടെ ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതിയായിരുന്നു. ഞാൻ ഇപ്പോൾ വന്ന് മണ്ടത്തരമാണല്ലോ കാണിക്കുന്നത്. ഇവിടെ ഒന്ന് നോക്കിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. വെള്ളത്തിൽ ചാടണം, വേറെ ഒന്നുമില്ല. നമുക്കിനിയിപ്പോൾ ഇതൊക്കെ ഉള്ളു വഴി. ഓക്കെ, ഇവിടെ ഡയമണ്ടാ പെട്ടെന്ന് ഞാൻ ആദ്യമായിട്ട് കളിക്കുന്നതിൽ ഇത്രയും പെട്ടെന്ന് ഡയമണ്ട് കിട്ടിയിട്ടുള്ള ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ 2 എണ്ണം ഉണ്ടാക്കി. പക്ഷേ ഞാൻ 2 എണ്ണം ഉണ്ടാക്കി. എനിക്ക് നല്ല ഇതുണ്ട്. ഇവിടെ 2 എണ്ണം ഞാൻ വെച്ച്. എനിക്ക് ഞാൻ ഇപ്പം എന്ത് ചെയ്യണം? ഞാൻ ഒരു കാര്യം ഉണ്ടാക്കാം. ഞാൻ ഇതെന്തിന് ഇങ്ങനെ ആക്കുന്ന? ഇനിയിപ്പോൾ ആണ്ട് ഇങ്ങനെ വരെ എത്തി. ഇനിയിപ്പോൾ ഈ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വെക്കണം. ഇങ്ങോട്ട് വെച്ചിട്ട് ഇവിടെ എന്തെങ്കിലും ഒന്ന് ഇതായാലും 4 ഇതായാലും മതി. ഞാൻ ഇതിട്ട് ഒരുക്കിയായാലും ഞാൻ അയൺ എടുക്കും. അയൺ റെഡി ആയിട്ട് അപ്പോൾ നമുക്ക് ഇവിടെ അങ്ങനെ വേറെ ഡയമണ്ട് കേട്ടോ. അങ്ങനെ വരൂല. ഞാൻ ആദ്യം ഇവിടെ വീണ് ചാവല്ലേ. ബ്ലൂ സ്റ്റോണ്, റെഡ് സ്റ്റോണ്, എൻ്റെ അമ്മ. ഞാൻ വിചാരിച്ച് ഏതാ അഴുക്ക സ്ഥലമാണെന്ന്. നല്ല സ്ഥലമാണല്ലേ എല്ലാ സ്ഥലം. അയ്യോ, അവിടെ തീരാറായില്ല. അയാണ് 2 എണ്ണമായി. 3 ഓക്കെ. അയ്യോ ഓക്കെ, നമുക്ക് എന്തായാലും ഇപ്പം 3 അയൺ എടുത്ത് വെച്ചേക്കാം. ഞാനാണെങ്കിൽ ഇല്ലേ, ഞാൻ നല്ല ഇതിലാണ് പോയത്. അയ്യോ, ഇതിൻ്റെ ആവശ്യമില്ല എനിക്ക്. ഗൈസ്, ഞാൻ അങ്ങനെ ആദ്യമായിട്ട് അയണിൻ്റെ ഗോൾഡ് എടുക്കാൻ പോവുകയാണ്. ഗോൾഡ് അല്ല, ഡയമണ്ട്. 1 2 3. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഡയമണ്ട് എടുക്കുന്നവരെ പറഞ്ഞത്. ഡയമണ്ടിൻ്റെ ഹാർമർ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന ഈ സാധനം? ഇതൊക്കെ നമുക്ക് ഇപ്പോഴേ ഉണ്ടാക്കാം ഗൈസ്. പക്ഷേ
ഷീൽഡ് വേണം. നമുക്ക് ഷീൽഡ് ഉപയോഗിക്കാം. ഷീൽഡ് കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. അപ്പോൾ ഗൈസ് ഞാൻ ഷീൽഡും കൂടെ വെച്ചു. ഷീൽഡ് വെച്ചു. നമ്മളതിൽ 3 ഡയമണ്ട് ഉണ്ട്. നമുക്ക് എല്ലാം ചെയ്യാം. അപ്പോൾ ഗൈസ് ഇവിടെ ഞാൻ മരത്തിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ വല്ലതും ഇങ്ങനെ കൊന്നു കളയും. അതുകൊണ്ട് നമ്മൾ ഇവിടെ 1 2 4 5 അയ്യോ ഇരുട്ടായ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.